ഈവൻ ഓർ ഓഡ് എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക, അത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യുക. ഓക്കെ, പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആദ്യം ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടത് എന്താണ്? #include conio.h, then void main, നമുക്ക് ഒരു നമ്പർ മാത്രം മതി, ഇൻറ്റീജർ ആണ് നമ്മൾ എടുക്കുന്നത്, ഒരു നമ്പർ മാത്രം മതി. അപ്പം നമുക്ക് എത്ര വേരിയബിൾ മതി? ഒറ്റ വേരിയബിൾ മതി. അപ്പം ഈ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്പാണ് വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഏതൊക്കെ വേരിയബിൾ യൂസ് ചെയ്യുന്നോ ആ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. ഇവിടെ നമുക്ക് ഒറ്റ വേരിയബിളിൻ്റെ ആവശ്യമേ ഉള്ളൂ. വേരിയബിളിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന പേര് നം എന്നാണ്. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് CLRSCR ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം, ക്ലിയർ സ്ക്രീനിന് വേണ്ടിയിട്ടാണ്. ഇനി എന്ത് ചെയ്യുക? വാല്യൂ വേണം. വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഈ വാല്യൂ നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? യൂസറിൻ്റെ അടുത്ത് നിന്നാണ് എടുക്കുന്നത്. നമ്മൾ യൂസറിനോട് പറയുവാണ് printf enter a number. ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ ആരോട് പറഞ്ഞു? യൂസറിനോട് പറഞ്ഞു. അപ്പോൾ ഈ പ്രിന്റ്എഫിൽ കൊടുക്കുന്ന ഈ സ്ട്രിങ് അതേപോലെ എന്ത് ചെയ്യും? സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. അപ്പോൾ യൂസർ എന്ത് ചെയ്യും? ഈ മെസ്സേജ് കാണുമ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. നമ്പർ റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുന്നത്? scanf %d, അഡ്രസ് ഓഫ് നം. അപ്പോൾ നമ്മൾ ഒരു നമ്പർ നമ്മുടെ കയ്യിൽ കിട്ടി. ആ നമ്പർ എവിടെയുണ്ട്? നം എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. 0 ആണെങ്കിൽ ഈവൻ നമ്പർ, 1 ആണെങ്കിൽ ഓഡ് നമ്പർ. അപ്പം നമുക്കൊരു നമ്പറിനെ ഇന്നൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടണം. റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാണ്? മോഡുലസ് ഓപ്പറേറ്റർ ആണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിന്റെ കേസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ? ഈക്വൽ ടു 0 എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യണം? ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യണം. നമ്മൾ ഇഫ് എഴുതി, ഇഫിന്റെ അകത്ത്, ഇഫ് കീവേഡ് ആണ്, അതുകൊണ്ടാണ് അതിന്റെ കളർ മാറിയിരിക്കുന്നത്. ഇഫ് എന്ന് എഴുതി. ഇനി ഇഫിന്റെ ഉള്ളിൽ വേണം നമുക്ക് കണ്ടീഷൻ എഴുതാനായിട്ട്. എന്ത് കണ്ടീഷനാ? നം എന്ന് പറയുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. വെറുതെ ഡിവൈഡഡ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ കിട്ടത്തില്ല, ക്വോഷ്യന്റ് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ കിട്ടണം. ഡിവൈഡ് ബൈ 2 ഇസ് ഈക്വൽ ടു, മോഡുലസ് 2 ഇസ് നം മോഡുലസ് 2 ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കമ്പാരിസൺ ആണ്. കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഡബിൾ ഈക്വൽ ടു ആണ് കൊടുക്കുന്നത് കേട്ടോ. അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിലാണ് സിംഗിൾ ഈക്വൽ ടു. വെറുതെ ഒരൊറ്റ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഈക്വൽ ടു എന്നുള്ള ഓപ്പറേറ്റർ 2 തവണ എഴുതണം. ഇഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? എന്ത് നമ്പറാണ്? ഈവൻ നമ്പറാണ്. printf ഈവൻ നമ്പർ. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഈവൻ നമ്പർ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ഓഡ് നമ്പർ ആയിരിക്കും. printf ഓഡ് നമ്പർ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, get ch. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കമ്പയർ ചെയ്ത് നോക്കാം. എറർ ഒന്നുമില്ല. റൺ ചെയ്ത് നോക്കാം. എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു. ഞാൻ 7 എൻ്റർ ചെയ്തു. ഓഡ് നമ്പർ എന്ന റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഒരു ഈവൻ നമ്പർ എൻ്റർ ചെയ്ത് നോക്കാം. 6 എൻ്റർ ചെയ്തു. ഈവൻ നമ്പർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, താങ്ക് യു.